ബേസിയാണ്. ദയവ് ചെയ്തിട്ട് നിങ്ങൾ ഈ ഒരു വീഡിയോ കാണാൻ ശ്രമിക്കുക. ഇത് കാരണം നിങ്ങൾ ഈ ഒരു വീഡിയോ കണ്ട് ഇത് ഷെയർ ചെയ്യുന്നതിൽ കൂടി ലഭിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ കുറച്ച് ചെറുപ്പക്കാരുടെ അവരവരുടെ സ്വപ്നമാണ്, അല്ലെങ്കിൽ അവരുടെ സന്തോഷമാണ്. നിങ്ങൾ നമ്മുടെ ടൂറിസം മിനിസ്റ്റർ റിയാസ് സാർ ഇത് കാണുന്നവരെ മാക്സിമം നിങ്ങൾ ഷെയർ ചെയ്യുക. അദ്ദേഹത്തിന് പറ്റുമെങ്കിൽ ഒന്ന് മെൻഷൻ ചെയ്യുക കമന്റ് ബോക്സിൽ. വേറെ ഒന്നും കൊണ്ടല്ലട്ടാ, ഞാൻ കുറച്ച് മുമ്പ് ഒരു വീഡിയോ കണ്ടായിരുന്നു, നമ്മുടെ കോഴിക്കോടുള്ള കുറച്ച് പയ്യന്മാരുടെ വീഡിയോ. അവർ വന്ന് അത്രയും ഒരു 6 മിനിറ്റോളം ഉള്ള ഒരു വീഡിയോ ആണ് അദ്ദേഹം ഇട്ടേണത്. അവൻ ഇട്ടിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു മനുഷ്യനെയും ജീവിക്കാൻ സമയം ആ ഒരു പ്രായത്തിൽ അവനെ കൊണ്ട് അങ്ങനെ പറയിപ്പിക്കണമെന്നുണ്ടെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കി. എന്തുകൊണ്ടാണ് ഈ ചെറുപ്പക്കാർ ഈ നാട്ടിൽ നിൽക്കാത്തതല്ല നിർത്താത്തതാണ് സംഭവം, അല്ലാതെ അവർ നിൽക്കാനിട്ടല്ല. വിദേശത്തേക്ക് കയറി പോകുന്നതിനുള്ള ഏറ്റവും വലിയൊരു റീസൺ അതാണ്. കാരണം അവരൊരു സംരംഭം, അവരുടേതായ ഐഡിയയിൽ കൊണ്ടുവന്ന ഒരു സംരംഭം നമ്മുടെ കോഴിക്കോട് ബീച്ചിൽ ഇരിക്കാം എന്ന് പറഞ്ഞിട്ടുള്ളൊരു സംവിധാനം. അതായത് അവിടെ വരുന്നവർക്ക് കസേരകളും പ്രൊവൈഡ് ചെയ്യുന്നു, അതുപോലെ തന്നെ മാറ്റുകളും പ്രൊവൈഡ് ചെയ്ത് അവർ വന്ന് ഇരിക്കുന്നു, ഫാമിലി ആയിട്ട് ഇരിക്കുന്നു, എൻജോയ് ചെയ്യുന്നു. വേറൊരു തടസ്സമോ ആർക്കും തന്നെ ഒരു തടസ്സം ഒന്നും തന്നെ ഇല്ല. അവര് അതിൻ്റെതായ ലീഗൽ വശങ്ങൾ നോക്കി ലൈസൻസ് ഉൾപ്പെടെ എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടാണ് അവരവിടെ ആ ഒരു സംഭവം കൊണ്ടുവന്നത്. ഇല്ലീഗലായിട്ട് വെറുതെ എവിടെ നിന്ന് കൊണ്ടുവന്നാണെങ്കിൽ ഓക്കെ, അവരതെല്ലാം കൊണ്ടുവന്നിട്ട് അവിടെ കോർപ്പറേഷൻ വന്നിട്ട് അവരെ കൊണ്ട് ഒഴിപ്പിച്ചു. ചെറിയ പയ്യന്മാരാണ്, ചെറുപ്പക്കാരാണ്. അവരെ സപ്പോർട്ട് ചെയ്യേണ്ടതിന് പകരമുണ്ടല്ലോ അവരാ ഒരു കൂമ്പോട് വെട്ടിക്കളയാന്നൊക്കെ പറയൂലേ, നിലനിർത്തരുത്. എന്താണെന്നറിയില്ല. ഞങ്ങൾ ആ പയ്യൻ പറയണതാണ് നിങ്ങളൊന്ന് കേട്ടു പോകും. കേരളത്തിൽ ഒരു ബിസിനസ് നടക്കില്ല എന്നുള്ളതിന്റെ ഏറ്റവും വലിയൊരു ഉദാഹരണമാണ് നമ്മൾ ഇരിക്കാൻ പറ്റുന്ന ബ്രാൻഡ് ഇപ്പോൾ ഫുഡിന്റെ അവസ്ഥ വന്നത്. അതിന്റെ കാരണം എന്താ വെച്ചാൽ എത്രയോ ആളുകൾക്ക് അത് ഉപകാരമായിരുന്നു. ഞങ്ങൾ വെറുതെ തോന്നിയ പോലെ തുടങ്ങിയതല്ല. എത്രയോ പേർക്ക് അത് ഹെൽപ്ഫുൾ ആണ്. എത്രയോ ആളുകൾ നമ്മളോട് വന്നിട്ട് അതിന്റെ കാര്യങ്ങളൊക്കെ നമുക്ക് പറഞ്ഞു തരികയുണ്ടായി. എന്താണ് നമുക്ക് ഭയങ്കര ഹെൽപ്ഫുൾ ആയി. പ്രായ ആളുകൾക്ക് ഇരിക്കാൻ പറ്റുന്നുണ്ട്, ബീച്ചിൽ പ്രായ ആൾക്കാരെ കൊണ്ടുവരില്ല. നമ്മൾ ഈ ഒരു ബിസിനസ് വന്നതുകൊണ്ട് തന്നെ അവർക്കൊക്കെ നിലത്തിരിക്കാതെ നല്ലോണം കസേരയിലൊക്കെ ഇരിക്കാൻ പറ്റുന്നുണ്ട് എന്ന് കുറെ ആളുകൾ നമ്മുടെ വന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ അത്രയും നല്ല ഹാപ്പി ആയിട്ട് പോയതാണ്. കാരണം കസ്റ്റമേഴ്സിന്റെ ഫീഡ്ബാക്ക് ഭയങ്കര നമുക്ക് എനർജി തോന്നിയിരുന്നു. ഇത് ഒരു 6 മിനിറ്റോളം പോയി അവരുടെ സങ്കടങ്ങൾ പറഞ്ഞിട്ടാണ് വീഡിയോ ഇട്ടിരിക്കുന്നത്. കാരണം അത്രയും ആഗ്രഹിച്ച് അവർ സ്വപ്നം കണ്ട അവർ പ്ലാൻ ചെയ്ത് തുടങ്ങിയ ഒരു പദ്ധതിയാണ് ഈ പറഞ്ഞതുപോലെ അവരുടേതായ ഐഡിയയിൽ തോന്നിയ ഒരു സംഭവമാണ്. അത് വിജയിച്ചു. സത്യം പറഞ്ഞാൽ നല്ല രീതിക്ക് അവർ അത് വിജയിച്ചു. പക്ഷേ വിജയിച്ച സാധനം മുന്നോട്ട് കൊണ്ടുപോകാനുണ്ടല്ലോ ഇവിടുത്തെ ജനങ്ങൾ സമ്മതിക്കുന്നില്ല. ഇവിടുത്തെ നമ്മുടെ എന്താ പറയാ നിയമം സമ്മതിക്കണില്ല എന്നാ പറയാൻ പറ്റുള്ളൂ. ഒരു കൂട്ടർ ലൈസൻസ് കൊടുക്കുന്നു, മറ്റൊരു കൂട്ടർ കംപ്ലൈന്റിൽ പേരിൽ ആ ലൈസൻസ് കട്ട് ചെയ്യുന്നു. എനിക്കറിയില്ല ഇവിടെ എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളത്. ഇവിടുത്തെ ചെറുപ്പക്കാർ എന്തെങ്കിലും വികസനം അല്ലെങ്കിൽ എന്താ ബുദ്ധിപരമായിട്ട് അവരുടേതായ രീതിക്ക് അവരുടേതായ കാര്യങ്ങൾ കൊണ്ടുവരാൻ ശ്രമിക്കുമ്പോൾ അതിനെ താങ്ങി പിടിക്കുകയല്ല നമ്മൾ ചെയ്യേണ്ടേ, പിന്താങ്ങിയല്ല ചെയ്യേണ്ടത്. അതിനെ ഞാൻ പറയുന്ന അവരെ താങ്ങിയില്ലെങ്കിലും അവരെ സന്തോഷിപ്പിച്ചില്ലെങ്കിലും നിങ്ങൾ അവരെ സപ്പോർട്ട് ചെയ്തില്ലെങ്കിലും അത് നശിപ്പിക്കാൻ കൂടുന്നതിനാണ്. മാക്സിമം നിങ്ങൾ കഴിയുന്നുണ്ടെങ്കിൽ നമ്മുടെ മിനിസ്റ്ററിനെ ഒന്ന് മെൻഷൻ ചെയ്യുക, അല്ലെങ്കിൽ അദ്ദേഹം കാണുന്നവരൊന്ന് ഷെയർ ചെയ്യുക. നിങ്ങൾ അവന്മാർക്ക് ചെയ്യുന്ന ആ പയ്യന്മാർക്ക് ചെയ്യുന്ന ഏറ്റവും വലിയൊരു സഹായമായിരിക്കും.